ഇങ്ങനെ കുഴഞ്ഞു വീണ ആൾക്കാർക്കാണ് ആളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടും ആളെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ ആളെ കണ്ടീഷൻ ഒന്ന് നോക്കുക. ആളെ തറസായ ഒരു നിലത്ത് കിടത്തുക. ബെഞ്ചിൽ കിടത്തണമെങ്കിൽ നമ്മൾ ആ ബെഞ്ചിന്റെ മേളിൽ കയറിട്ടാണ് ശരിക്കും CPR കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ നേരെ താഴെ നല്ല നിലത്തിലേക്ക് കിടത്തുക. ആദ്യം തന്നെ ആളെ തട്ടി വിളിച്ച് നോക്കുക. തട്ടി വിളിക്കുക. ആളെ എഴുന്നേക്കുന്നില്ലെങ്കിൽ നമുക്ക് ആളൊരു ബോധരഹിതമായിട്ട് കിടക്കണമെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത്. പിന്നെ നമ്മുടെ കഴുത്തിന്റെ ഇവിടെ ആയിട്ടൊരു ചെറിയൊരു കരോട്ടിഡ് വെയിൻ എന്ന് പറയുന്ന സാധനമുണ്ട്. അവിടെ നമുക്ക് പിടിച്ചു നോക്കിയാൽ നമുക്ക് പൾസ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. അപ്പൊ ആ പൾസ് നമ്മൾ നോക്കുക. പൾസ് നോക്കിക്കഴിഞ്ഞ് പൾസ് ഇല്ലെങ്കിൽ നമ്മൾ ഉടനെ തന്നെ CPR ആരംഭിക്കണം. CPR ആരംഭിക്കുക എന്ന് പറയുമ്പോൾ നമ്മളൊരു ഇമേജിനറി ലൈനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ നമ്മുടെ വായയുടെ ഒരു നടുഭാഗത്തും രണ്ട് നിപ്പിളിന്റെ ഒരു നടുഭാഗത്തായിട്ട് ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിന് അവിടെ നമ്മുടെ ബലമുള്ള കൈ താഴെയും ബലമില്ലാത്ത കൈ മുകളിലും വെച്ചിട്ട് നമ്മുടെ കൈ ഒരിക്കലും മടങ്ങാൻ പാടില്ല. അപ്പൊ ആ കൈ ശരിയായ പോയിന്റിൽ വെച്ചിട്ട് 30 പ്രാവശ്യം ഒരു സെറ്റ് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 22 23 24 25 26 27 28 29 30 30 സെറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തല ഒന്ന് ചെറുതായിട്ടൊന്ന് പൊക്കി പിടിക്കുക. വായി കൂടി ശ്വാസം കൊടുക്കാം. 2 പ്രാവശ്യം നമ്മൾ ശ്വാസം കൊടുക്കാം. സെയിം തന്നെ ഈ സൈക്കിൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 22 23 24 25 26 27 28 29 30 വീണ്ടും നമുക്ക് നോക്കാം. ശ്വാസം തലയിൽ പൊക്കി പിടിക്കാൻ ശ്വാസം കൊടുക്കാം. ഈ സൈക്കിൾ നമ്മളൊരു 120 എണ്ണം ചെയ്യണമെന്നാണ്. അതിന്റെ ഉള്ളിൽ ആൾക്ക് ബോധം വരികയാണെങ്കിൽ നമുക്ക് CPR നിർത്തിയിട്ട് ആളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് കൂടി ആളെ സഹായത്തിന് വിളിക്കണം. അതിന്റെ ഇടയ്ക്ക് കൂടി തന്നെ ഒരു ആംബുലൻസ് കൂടി നമ്മൾ വിളിക്കേണ്ടതായിട്ട് അത്യാവശ്യമുണ്ട്. 1 2 3 4 5